ഈ വേണമുള്ള കാര്യം രക്ഷിക്കുമ്പോൾ വേണം പറയുന്നു രാജാവ് പറയാൻ ഇതിനെ നോക്കിച്ചു. പക്ഷേ ഇപ്പോൾ സമൂഹം എവിടെയൊന്നും ലഭിക്കാനില്ല. ആയതുകൊണ്ട് എന്നെ ഉണങ്ങി എന്ന് പറയുമ്പോൾ കുറുതി പറയുകയാണ്. ഈ ഭവനത്തില് ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഭവനത്തിന് തീ കൊടുത്താൽ ഞാൻ അതിൽ ചാടി ആത്മാഹുതി ചെയ്ത് എന്റെ ശവം കിട്ടിയിട്ടുള്ള ആ ഭസ്മം വെച്ച് നമുക്ക് പൂജ നിവർത്തനം ചെയ്യുക. ഒരിക്കലും ഭംഗം വരരുത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇതിനെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയുന്നു. അപ്പോൾ കുറുതി പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ ശരീരം എന്നുള്ളത് അത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതാണ്. ഈ ശരീരത്തിന്റെ കാര്യം എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് വളരെ ഭംഗിയായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ കുറുതി പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തത്വം. ഏതൊരായ ആളായാലും ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് ഒരു ജീവിത ഉദ്ദേശം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും അയാളുടെ ശരീരം കൊണ്ടെന്തെങ്കിലും അയാൾക്ക് ഒരു ഉപകാരം ഉണ്ടാവും എന്നുള്ള മഹത്തായ തത്വം കുറുതി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്റെ ഈ ശരീരമെല്ലാം നശിച്ചു പോകും, എന്റെ ഈ ശരീരം കൊണ്ട് നന്ദിയുടെ പൂജ നിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞ് ആത്മാവുതി ചെയ്യും. അപ്പോൾ കുറുതിയുടെ ആ ശവഭസ്മം എടുത്ത് ഈ വേദന അതിലെ ഭഗവാന്റെ ശിവലിംഗത്തെ അർച്ചന ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ പിടിക്കാറുള്ള പോലെ പിടിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയുകയും ഭഗവാന്റെ ആ കലാകലാക്ഷത്താൽ കുറുതി ഇവരുടെ ആ വേദന്റെ മുമ്പിൽ കൂടി വേദം കുറുതി പറയുന്നു. ആ തീർ ചാടിയ സമയത്ത് എനിക്ക് ചൂട് അനുഭവിക്കാൻ സാധിച്ചില്ല. ഹരിയോട് പറഞ്ഞ് മനസ്സിലാക്കി ഇത്രയും കാലം നമ്മൾ ആ ജീവിതത്തെ കൃതി ചെയ്ത ഫലമാണ് ഭൂമിയിലേക്ക് അയച്ച് ഈ കുറുതി കുറുസരി ഈ വേദനയും കൂടി ഉടലോടെ ഭഗവാന്റെ ഭഗവാന്റെ പലകരയ്ക്ക് കൊണ്ടുപോകുന്ന അതിമനോഹരമായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഉള്ളത് ആരംഭിക്കുന്നു. ശ്രീ കലാമണ്ഡലം വിനോദാചാരി വായ്പാട്ട് ശ്രീ കലാമണ്ഡലം സുരേന്ദ്രൻ എല്ലാവരുടെയും സദവേദിയിലേക്ക് സദയിപ്പിച്ചുകൊണ്ട് പറയുന്നത് ആരംഭിക്കുന്നു. What did you do when you could? നാരായണ പ്രിയമനന്യമദാപകാര വാരാണസി പുരവദേ ഭജ